ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഒന്നിലധികം ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ഒരുപക്ഷെ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതും ഒന്നിലധികം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും റെസിസ്റ്റൻസ് കുറയുകയാണ്. അതായത് നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? അതേസമയം മറ്റു കാര്യങ്ങളിലും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത്രയും നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി എങ്ങനെ ഒന്നിലധികം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ഫീലിങ്സിന് ശക്തി കൊടുക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമുക്ക് അറിയാവുന്നതാണ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയവും രാവിലെ ഉണർന്നതിന് ശേഷമുള്ള ആ സമയവും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ പറ്റിയ ടൈമാണല്ലേ. ഈ സമയം ഏത് ആഗ്രഹത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അങ്ങനെയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ടല്ലേ. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആഗ്രഹങ്ങളെയും പ്രത്യേകം എടുത്ത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതല്ല, പകരം എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഫീലിങ്സിൽ ശ്രദ്ധിക്കുക. ഏതാണ് ഈ കോമൺ ഫീലിംഗ്? നമുക്ക് ഏത് ആഗ്രഹം നടന്നാലും തോന്നുന്ന ഫീലിംഗ് എന്താണ്? സന്തോഷം. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നത്. ചിലർക്ക് തോന്നും, എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നും തന്നെയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ ഒരു നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കുവാൻ പറ്റിയ വിദ്യയാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൗണ്ടിങ്. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളവയ്ക്കെല്ലാം, അത് തീരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവയെല്ലാം ഓർത്തെടുത്ത് നന്ദി പറയുക. ഇങ്ങനെ ചെയ്യുക വഴി കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഫീലിംഗ് എന്ന് പറയുന്നത് സന്തോഷമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഏവരുടെയും എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.